ഹലോ, ഇന്ന് എനിക്ക് വാലൻറ്റൈൻസ് ഡേ മാത്രമല്ല, ഇന്ന് എൻ്റെ സായിൻ്റെ ബർത്ത്ഡേ ആണ്. അങ്ങനെ വീട്ടിൽ ചുമ്മാ ഇരുന്ന് അവനെ കുത്തിപ്പൊക്കിക്കൊണ്ട് ഞാൻ പുറത്തോട്ട് ഇറങ്ങാൻ തീരുമാനിച്ച്. കുറേ റീൽസും ഷോർട്സും ഒക്കെ കണ്ട് കുത്തിപ്പൊക്കി ഞാൻ പോകുന്നത് ബീച്ച് ഹിൽസിലോട്ടാണ്. മുമ്പൊരിക്കൽ ഞാൻ അവിടെ പോയിട്ടുണ്ട്. അങ്ങനെ അവിടെ കുറേ ലൈറ്റ്സൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് പോണേയാണ്. ഈ 2-3 സാധനങ്ങളെ ഞാൻ അവിടെ കണ്ടോളൂ. എനിക്ക് വലിയ രസമായിട്ടൊന്നും തോന്നിയില്ല. പക്ഷെ ഞങ്ങൾ അവിടെ നിന്ന് ഫുഡ് കഴിക്കാനൊന്നും നിന്നില്ല. കുറേ നേരം ബീച്ചിലൊക്കെ പോയിരുന്ന് കാര്യമൊക്കെ പറഞ്ഞ് എൻ്റെ ഭയങ്കര ഒരു ആഗ്രഹം ഉണ്ടായിരുന്ന സ്ഥലത്തോട്ടാണ് ഇനി പോകാൻ പോകുന്നത്, തക്കാരം. അവിടുത്തെ ഫ്ലൈറ്റ് വഴിയിൽ ബസ്സിൽ കൂടെ പോകുമ്പോൾ കാണുമ്പോഴേ ഞാൻ വിചാരിക്കുന്നതാണ് അതിൻ്റെ അകത്തൊന്ന് കയറി ഫുഡ് കഴിക്കണമെന്ന്. അങ്ങനെ ഫൈനലി ഞാൻ തക്കാരത്തിനകത്ത് കയറാൻ പോവുകയാണ്. നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ പിള്ളേർക്ക് കളിക്കാൻ പറ്റിയ ചെറിയൊരു സ്പേസൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ നേരെ വാഷ്റൂമിൽ പോയി കൈ കഴുകാനായിട്ട് അവിടുത്തെ കണ്ണാടിയിൽ കുറച്ച് ഷോയൊക്കെ കാണിച്ച് കൈയൊക്കെ കഴുകി നമ്മൾ നേരെ ഫ്ലൈറ്റിൽ കയറാൻ പോവുകയാണ്. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് അതിൻ്റെ ഉള്ളിൽ എങ്ങനെയാണെന്നൊക്കെ അറിയാം. കാരണം ഞാൻ കുറേ നാളായിട്ട് എൻ്റെ ആഗ്രഹമാണ് ഇവിടെ ഒന്ന് പോകണമെന്ന്, ഫുഡ് കഴിക്കണമെന്ന്. ഫുഡ് കഴിക്കുന്നതിനെക്കാട്ടി എനിക്ക് ഇതിൻ്റെ അകത്ത് കയറണമെന്നുള്ള ആഗ്രഹമായിരുന്നു. കോക്പിറ്റൊക്കെ ഉണ്ട്, ഭയങ്കര ഒറിജിനാലിറ്റി ഉണ്ട് എല്ലാത്തിനും അവർ ചെയ്തു വെച്ചേക്കുന്നതിന്. പിന്നെ ഒരു ടേബിൾ തപ്പിപ്പിടിച്ച് നമ്മൾ ഫുഡ് കഴിക്കാനായിട്ടിരുന്നു. ഇരിക്കാൻ പോയ ടേബിളിലൊരു പ്രമാണം പോലത്തെ എന്തോ ഒരു സാധനം കിടക്കുന്നു. അപ്പോൾ ഞാൻ അവിടെ എന്തോ ഇരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് വേറെ സീറ്റ് തപ്പിയിരുന്നു. എന്നിട്ട് ഫൈനലി ഞാൻ ഒരു സീറ്റ് കണ്ടുപിടിച്ച് ഇരുന്നു അവിടെ. അപ്പോൾ അവർ മെനു കാർഡ് കൊണ്ടുവന്ന് തന്നു. ആ സമയത്താണ് ഞാൻ മനസ്സിലാക്കിയത് അത് പ്രമാണമല്ലായിരുന്നു, മെനു കാർഡായിരുന്നെന്ന്. അത് കണ്ട് ഞാൻ കുറേ കിടന്ന് ചിരിച്ചവിടെ, എൻ്റെ ഒരു മണ്ടത്തരമേ. പിന്നെ നമ്മൾ ഫുഡൊക്കെ ഓർഡർ ചെയ്ത് ഫുഡിന് വേണ്ടിയുള്ള കാത്തിരിപ്പായിരുന്നു. അവിടെ വർക്ക് ചെയ്യുന്നവരൊക്കെ പൈലറ്റ്സിൻ്റെ പോലത്തെ യൂണിഫോമൊക്കെയാണ് ഇടുന്നത്. പിന്നെ നമ്മളെ സൂപ്പ് വന്നു. സൂപ്പ് അടിപൊളിയായിരുന്നു, ഫുഡ് തിരക്കിയിടില്ല. ബട്ടർ ചിക്കനൊക്കെ അടിപൊളിയായിരുന്നു. ഫൈനലി നമ്മളൊരു ജ്യൂസിൽ പരിപാടി നിർത്തി. ഇതാണ് നമ്മുടെ ഫ്ലൈറ്റിൻ്റെ കോക്പിറ്റ്. അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴാണ് ഇത്രയും പൊക്കമുള്ള ഈ ബിൽഡിംഗ് കണ്ടത്. മുമ്പ് ഒരുപാട് തവണ കണ്ടിട്ടുണ്ടെങ്കിൽ ഇത്ര അടുത്ത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇതാണ് ട്രിവാൻഡ്രത്തുള്ളതിലെ ഏറ്റവും ടോളസ്റ്റ് ആയിട്ടുള്ള ബിൽഡിംഗ്. എൻ്റെ അത്രയേ ഉള്ളൂ. ബൈ.